നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസും കാണാറുണ്ട്. എന്നാൽ യൂട്യൂബിൽ നിന്നും പുറത്തു വന്ന് മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫാക്കുമ്പോഴൊക്കെ യൂട്യൂബിലെ വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ടും ഓഫാവും. എന്നാൽ യൂട്യൂബിലെ വീഡിയോസ് അതിൻ്റെ പാട്ട് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഡിയോ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്താലും മൊബൈലിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനായിട്ട് നമ്മൾ യൂട്യൂബ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിലുള്ള എൻ്റെ വീഡിയോ തന്നെ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ വന്ന് ശല്യപ്പെടുത്താറുണ്ട്. ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോ ഞാൻ പ്ലേ ചെയ്തു. അത് ഞാനിപ്പോൾ സ്റ്റില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ യൂട്യൂബിലെ വീഡിയോ അത് ഫുള്ളാക്കുകയാണ്. ഇതുപോലെ ഫുൾ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോർട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഷോർട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യിക്കാം. ഇപ്പോൾ ഒരു ഷോർട്ട് ഞാനിവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെ ആ വീഡിയോ ഉണ്ട്. നമുക്ക് വീണ്ടും ആ വീഡിയോ ആദ്യത്തെ ഭാഗത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്യുകയാണ്. വീഡിയോസ് കാണുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ വന്ന് ശല്യപ്പെടുത്താറുണ്ട്. എന്നാൽ പരസ്യത്തിന്റെ ശല്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് യൂട്യൂബിലെ വീഡിയോസ് കാണാൻ സാധിക്കും. സൗണ്ട് കേൾക്കാൻ സാധിക്കും. സാധാരണ നമുക്ക് അതിന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രീമിയം വേർഷൻ, യൂട്യൂബിന്റെ പ്രീമിയം വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് പരസ്യത്തിന്റെ ശല്യമില്ലാതെ യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് യൂട്യൂബിലെ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അതിൻ്റെ ഓഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത അവസരത്തിൽ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.